എല്ലാവർക്കും ലോയൽ ബിൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയത് ഇന്ത്യൻ ഓഹരി സൂചികകളെയും ഇന്ന് വീഴ്ത്തി. ഇസ്രായേലിനൊപ്പം ചേർന്ന അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതാണ് ഇന്ത്യൻ സൂചികകളെല്ലാം ഇന്ന് വൻ ഇടിവുണ്ടാക്കിയത്. സെൻസെക്സ് 511 പോയിന്റ് ഇടിഞ്ഞ് 81,896.79 നിഫ്റ്റി 50 141 പോയിന്റ് താഴ്ന്ന് 24,971.90 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. രാവിലത്തെ വ്യാപാരത്തിനിടെ സെൻസെക്സ് 900 പോയിന്റും നിഫ്റ്റി 24,750 താഴെ വരെയും എത്തിയിരുന്നു. അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ വീഴാതെ പിടിച്ചു നിന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആവാൻ കാരണമെന്ന് നമുക്ക് നോക്കാം. സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന മുൻ വിശ്വാസത്തെ തകർക്കും വിധം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പുതിയ സംഘർഷങ്ങൾ വിപണിയുടെ ആത്മവിശ്വാസത്തെ കാര്യമായി മുറിപ്പെടുത്തി. ഇതിനിടെ ആഗോള വ്യാപാരത്തിന്റെ മുഖ്യ പങ്കും നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ക്രൂഡ് ഓയിൽ വിതരണത്തെ ഇത് സാരമായി ബാധിക്കും. എണ്ണവില ക്രമാതീതമായി ഉയരാം. ഇന്ത്യയിലെ മുഖ്യ എണ്ണ കമ്പനികൾക്കെല്ലാം അത് തിരിച്ചടിയാകും. ക്രൂഡ് ഓയിൽ വില ബാരലിന് 80 രൂപയ്ക്ക് മുകളിൽ തുടർന്നാൽ സാമ്പത്തിക മേഖലയെ ബാധിക്കുകയും വ്യാപാര കമ്മി ഉയർത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ. ക്രൂഡ് ഓയിൽ വില പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും രൂപയെ ദുർബലപ്പെടുത്താനും ബിസിനസ് ചെലവുകൾ ഉയർത്താനും കമ്പനികളുടെ ലാഭം കുറയ്ക്കാനും കാരണമാകും. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ശനിയാഴ്ച US ആക്രമിച്ചതിനെ തുടർന്ന് ആഗോളതലത്തിൽ വിതരണ തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 2% ഉയർന്ന് ബാരലിന് $79 അടുത്തെത്തിയിരുന്നു. അതേസമയം ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ 17 പൈസ ഇടിഞ്ഞ് 86.72 ഡോളർ ഇൻഡെക്സ് 0.5% ഉയർന്നത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഡോളർ ശക്തിപ്പെടുന്നത് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ചും ആഗോള സംഘർഷങ്ങൾ അപകട സാധ്യത കൂടുതലുള്ള ഓഹരികളെ ഒഴിവാക്കാനും സുരക്ഷിതമായ ആസ്തികൾ തിരഞ്ഞെടുക്കാനും പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആഭ്യന്തര ചെലവുകളെ ആശ്രയിച്ചാണിരിക്കുന്നത്. പക്ഷേ ആഗോള പ്രശ്നങ്ങൾ അതിനെ ബാധിക്കുകയും വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്തേക്കുമെന്നതാണ് നിരീക്ഷകർ പറയുന്നത്. ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സും നോക്കാം. ബെൽ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഓഹരികൾ ഇന്ന് മുന്നേറ്റത്തിലായിരുന്നു. ഭാരത് ഫോർജ്, ഐഡിയ ഫോർജ് എന്നിവ ഇന്ന് ശ്രദ്ധാകേന്ദ്രമായി. ഐഡിയ ഫോർജ് 10% നേട്ടത്തിലുമായി. ഷിപ്പിംഗ് ഓഹരികളും മുന്നേറ്റത്തിലായിരുന്നു. അതേസമയം IT ഇൻഡെക്സുകൾക്ക് വീഴ്ചയുണ്ടായി. നിഫ്റ്റി IT ഇൻഡെക്സ് 1% ഇടിവിലായത്. ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്ന് ഓല ഇലക്ട്രിക് ഓഹരി വില 4% ഇടിഞ്ഞു. ഇനി നമുക്ക് ഓഹരികളുടെ പ്രകടനം നോക്കാം. മീഡിയ കമ്പനിയായ സി എൻ്റർടൈൻമെൻറ്റ് ഓഹരികൾ ഇന്ന് 11%-ലധികം ഉയർന്നു. ഡിജിറ്റൽ ബിസിനസ്സിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനുള്ള പദ്ധതി കമ്പനി ആസൂത്രണം ചെയ്തതിനെ തുടർന്നാണ് ഓഹരി വില മുന്നേറിയത്. TV വ്യൂവർഷിപ്പ് 16.8%-ൽ നിന്ന് 17.5%-ആക്കി ഉയർത്താൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രൊമോട്ടർമാർ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം 4.28%-ൽ നിന്ന് 18.39%-ആക്കി ഉയർത്താൻ തീരുമാനിച്ചിരുന്നു. 2237 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. ഇനി കേരള സ്റ്റോക്സിൻ്റെ നോക്കാം. കേരള ആയുർവേദ ഓഹരികളാണ് ഇന്ന് കേരള ഓഹരികളിൽ വമ്പൻ മുന്നേറ്റം കാഴ്ചവെച്ചത്. ഓഹരി വില 20% അപ്പർ സർക്യൂട്ട് തൊട്ടു. കമ്പനിയുടെ 22 ലക്ഷം ഓഹരികൾ വിവിധ ഇടപാടുകൾ വഴി കൈമാറ്റം നടത്തിയതാണ് ഓഹരിയെ മുന്നേറ്റത്തിലാക്കിയത്. 100 കോടി രൂപയുടെ ഇടപാടാണ് ഓഹരിയിൽ നടന്നത്. ഓഹരി ഒന്നിന് എത്ര രൂപ പ്രകാരമായിരുന്നു ഇടപാടെന്നത് വ്യക്തമല്ല. കമ്പനിയുടെ പ്രൊമോട്ടർമാരാണ് ഓഹരികൾ ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്ക് വിറ്റയച്ചതെന്നാണ് CNBC റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ചിലെ കണക്കുപ്രകാരം പ്രൊമോട്ടർമാർക്ക് കേരള ആയുർവേദയിൽ 58.58% ഓഹരിയുണ്ട്. ബാക്കി പൊതു ഉടമകളുടെ കൈവശമാണ്. പ്രമുഖ നിക്ഷേപകൻ പൊറിഞ്ച് വിളയത്തിന് 5.18% ഓഹരിയുള്ള കമ്പനിയാണ് കേരള ആയുർവേദ. റിസർവ് ബാങ്ക് മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള വായ്പാ വിഹിതം വെട്ടിക്കുറച്ചത് സ്മോൾ ഫിനാൻസ് ഓഹരികളിൽ ഇന്ന് മുന്നേറ്റത്തിനിടയാക്കിയിരുന്നു. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരി 3%-ലധികം ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രതിരോധ ഓഹരികളുടെ മുന്നേറ്റത്തിനൊപ്പം ചേർന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് 2.43% നേട്ടം കാഴ്ചവെച്ചു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ, പോപ്പീസ്, വെർട്ടെക്സ് എന്നിവയാണ് ഇന്ന് മോശമല്ലാത്ത കാഴ്ച നേട്ടം വെച്ച മറ്റു ഓഹരികൾ. ഇന്ന് വീഴ്ചയിൽ മുന്നിൽ
യൂണി റോയൽ മറൈൻ എക്സ്പോർട്സ് ആണ്. 5% ഇടിവിലാണ് ഓഹരി. സ്കൂബിയുടെ ഗാർമെൻറ്റ്സും 5% താഴ്ചയിലാണ്. കിറ്റക്സ് ഓഹരികൾ 3%-ലധികം ഇടിവ് രേഖപ്പെടുത്തി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്